ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ബോട്ടിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത്. യെസ്, നമ്മുടെ സ്വന്തം കൊല്ലത്തിൻ്റെ അഷ്ടമുടി കായലിലുള്ള സാമ്പ്രാണിക്കൊടിയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഓക്കെ, നമ്മളിവിടത്തേക്കുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 150 രൂപയാണ്. ഞങ്ങൾ ഗൂഗിളിലൊക്കെ 100 രൂപയായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് പെർ ഹെഡ് നമുക്ക് 150 രൂപയാണ്. അതുപോലെ തന്നെ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും വൈഫും അതുപോലെ തന്നെ മോൾക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മകനും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ജാക്കറ്റൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇടാനായിട്ട് ഫോർ സേഫ്റ്റിക്ക്. അപ്പം നമ്മളതെല്ലാവരും അങ്ങനെ ധരിച്ചതിന് ശേഷം നമ്മൾ നേരെ ഐലൻഡിലേക്ക് തിരിച്ചു. ഒരു 5 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ കേട്ടോ. 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനകത്തുള്ള യാത്രയേ ഉള്ളൂ. നമുക്ക് അവിടെ നിന്നാൽ തന്നെ നമുക്ക് ഐലൻഡ് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ ഐലൻഡിൽ ചെന്നിറങ്ങിയ പാടെ നമ്മുടെ കണ്ണൂസിന് എത്രയും പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ കുളിക്കണം എന്നുള്ളൊരു ടെൻഡൻസിയൊക്കെ ആയിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, വെള്ളം കണ്ടതിൻ്റെ ആയിരിക്കും. എന്തായാലും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കണ്ണനും ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ മോൾക്കും ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ലൊരു വൈബായിരുന്നു ആ ഒരു ടൈമിൽ. കാരണം അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ നമുക്ക് കൂടുതൽ ആളുമില്ല. നമുക്ക് അത്യാവശ്യം ആളുണ്ട്, എന്നാൽ നമുക്ക് കൂടുതൽ ആളുമില്ല. ആ ഒരു ഇതായിരുന്നു. അതുപോലെ തന്നെ അവിടുന്ന് തന്നെ നമുക്ക് ബോട്ടിലല്ല, നമുക്ക് വള്ളത്തിൽ അവിടുന്ന് തന്നെ നമുക്ക് അവിടുന്ന് ഒരു വേറെ ഐലൻഡിലോട്ട് അവിടെ പോകാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർ പെർ ഹെഡിന് 100 റുപ്പീസാണ് അവിടെ നിന്ന് വള്ളക്കാർ ഈടാക്കുന്നത്. നമ്മൾ എത്തിയത് ഒരു 3 മണിയോട് കൂടെയാണ്. അത്യാവശ്യം ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മഴയുടെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. എപ്പോൾ പെയ്യുമോ എന്നറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ വള്ളത്തിലോട്ട് പോകുന്നത് ഒഴിവാക്കി. അവിടുന്ന് നമുക്കൊരു 1 അവർ യാത്ര അവർ അവിടുന്ന് സ്പോൺസർ ചെയ്യുന്നുണ്ട് ഈ 100 റുപ്പീസിന്. നമുക്ക് നിരവധി ഐലൻഡിൽ പോകാമെന്നാണ് അവർ പറയുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പോയിട്ടുള്ളവർ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഐ ലവ് സാമ്പ്രാണിക്കൊടി ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളെടുക്കാം. പിന്നെ കണ്ടൽക്കാടുകളുടെ സൈഡിലോട്ട് നിന്നുകൊണ്ടൊക്കെ ഫോട്ടോ എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മോളൂസിൻ്റെ ഒരു റീലിൻ്റെ പ്രാക്ടീസും ചെയ്യുന്നുണ്ടാവും. ആക്ച്വലി എനിക്ക് തോന്നുന്നു ആൾറെഡി നമ്മൾ റീൽസ് റിലീസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്ക് കേട്ടോ. അങ്ങനെ റീലൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അവർ രണ്ടുപേരും നല്ല രീതിയിൽ വെള്ളത്തിൽ കളിയായിരുന്നു. അങ്ങനെ കുട്ടികൾ കുറേ നാളുകൊണ്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ പോകണമെന്നുള്ളത്. ആക്ച്വലി ഇപ്പോഴാണ് നമുക്ക് അതിനകത്തൊരു സമയം കിട്ടിയത്, അതാണ് വന്നത്. ഇത് ആക്ച്വലി കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. അങ്ങനെ നീണ്ട 2-2.5 മണിക്കൂറത്തിന് ശേഷം നമ്മൾ തിരിച്ച് ബോട്ടിൽ കയറി. തിരിച്ച് പോകുമ്പോഴും അവർ സേഫ്റ്റി ഗൈഡൻസ് എല്ലാം അവർ പറയുന്നുണ്ട്. നമ്മൾ ജാക്കറ്റെല്ലാം ധരിക്കാനായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ധരിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് കടവിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പം തൊട്ട് ചെറിയൊരു ചാറ്റിൽ വന്നു തുടങ്ങി. ആക്ച്വലി നമ്മൾ കറക്റ്റ് ഒരു സമയം തന്നെയായിരുന്നു. ഇനിയും നമ്മൾ അവിടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ അവിടെ മഴ പെയ്തേനെ. നമുക്ക് 4:30 അവരെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 5 മണി വരെയൊക്കെ അവർ അവിടുന്ന് കയറ്റി വിടുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് കാറ് പാർക്ക് ചെയ്യുന്നിടത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള പേ ആൻഡ് യൂസ് ടോയ്ലറ്റ്സുകൾ നമുക്കുണ്ട്. ഒരാൾക്ക് നമുക്ക് 10 രൂപ വെച്ചിട്ടാണ് ഇവിടെ ഈടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡുകളിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി ഇവിടുന്ന് 1 കിലോമീറ്റർ മുന്നിൽ തൊട്ടേ അവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങ് വരെ നമുക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വല്ലതും പാർക്ക് ചെയ്താൽ മതിയാവും. വലിയ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പാടാണ്, അവിടെ ഇത്ര ഇങ്ങോട്ട് കയറി വരത്തില്ല, സ്പേസ് ഇത്തിരി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബസ് പോലുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു വരേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ നമുക്ക് തിരിച്ച് പോകാൻ നേരത്ത് നമുക്ക് അത്യാവശ്യം മഴ കിട്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, താങ്ക്